ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വെറും 10 മിനിറ്റ് തന്നെ മതിയാകും. സ്റ്റീംഡ് കേക്കാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/3 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തോടെല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ കുരു മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല, വെറും ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത്രയും കൂടി നമുക്ക് ആദ്യം നന്നായിട്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുക്കണം. ഒരുപാട് ഇട്ടങ്ങ് അടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/3 കപ്പാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്പൂൺ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ ബൗളുകളിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബൗളിൻ്റെ 1/4 ഭാഗം വെച്ച് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് കുക്കായി വരുമ്പോൾ മുകളിലേക്ക് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 1/4 ഭാഗം വെച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ബാറ്ററെല്ലാം ഞാനിവിടെ ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ എടുക്കണം. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷായിട്ട് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിപ്പോൾ തേങ്ങയെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ബൗളിൽ നിന്നും ഇളകിപ്പോരും. നമുക്കിനി ഓരോന്നായിട്ട് അതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം.
നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരമാണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്